കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷനെതിരെ UDF. അനധികൃത നിർമ്മാണം അപകടത്തിന് വഴിവെച്ചുവെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും UDF ആവശ്യപ്പെട്ടു. രക്ഷാദൗത്യം വൈകിയത് നാശനഷ്ടം കൂട്ടാനിടയാക്കി എന്നാണ് വ്യാപാരികളുടെ പ്രതികരണം. ഞായറാഴ്ച വൈകിട്ട് 4:10 തീപിടുത്തമുണ്ടായത്. എന്നാൽ തീയണയ്ക്കാൻ ഫയർ എഞ്ചിൻ എത്തിയത് 1 മണിക്കൂറോളം വൈകിയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ എത്തിയതുകൊണ്ട് മാത്രമാണ് തീയണക്കാൻ കഴിഞ്ഞതെന്നും വ്യാപാരികൾ. 4:45 തീപിടിച്ച് 5:30 ഇവിടെ വണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യത്തെ വണ്ടി. കോഴിക്കോട് പോലുള്ള ഒരു വലിയ നഗരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് കെടുത്താനുള്ള സംവിധാനം നമ്മുടെ സംവിധാനത്തിനില്ല. അതിന്റെ പോരായ്മയാണ് ഇവിടെ ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് അനധികൃതമായി നടത്തിയ സ്ഥാപനമാണോ, അതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവർ നിയമാനുസൃതം ചെയ്ത കാര്യങ്ങളാണോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കണം. കോഴിക്കോട് കോർപ്പറേഷനാണ് 1-ാം പ്രതിയെന്നും കോർപ്പറേഷനെ പ്രതിയാക്കി കേസെടുക്കണമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ഈ അപകടത്തിലെ 1-ാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അധികാരെ പ്രതി ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസെടുക്കണം. കെട്ടിട നിർമ്മാണത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടന്നുവെന്ന് ഭരണപക്ഷ MLA കൂടിയായ അഹമ്മദ് ദേവർകോവിലും പറഞ്ഞു. ഈ ബിൽഡിംഗ് വളരെ പഴക്കം ചെന്നൊരു ബിൽഡിംഗ് ആണ്. ദീർഘകാലമായി തന്നെ ഇതിന്റെ മുകളിൽ ഇതുപോലെയുള്ള അറ്റാച്ച്മെന്റ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്, മറ്റൊക്കെ പിന്നീട് ടെമ്പററിയായി ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നത്. ഇനി ഭാവിയിൽ ഇത്തരം ഒരു അപകടം വരാതിരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ഗൗരവതരമായി ചർച്ച ചെയ്യണം. കൃത്യസമയത്ത് ഫയർ ഓഡിറ്റ് നടത്തിയില്ല, നഗരഹൃദയത്തിൽ വൻ തീപിടുത്തമുണ്ടായിട്ട് അണയ്ക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു തുടങ്ങിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് UDF. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്.